മഴ തോറും മുമ്പ് ഈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ഈ വീട്ടിൽ വന്നത് പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം അമ്മയുടെ അടുത്ത് വൈജയന്തി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അമ്മ പറയുന്നുണ്ട്, എനിക്ക് അതൊക്കെ എല്ലാം അറിയാം, ഞാൻ കുറേ ദിവസം അവിടെ നിന്നതല്ലേ, നിൻ്റെ ആ ഒരു പ്രവൃത്തി കാരണമോ ഞാനിങ്ങോട്ട് വന്നത്. നീയാണെങ്കിൽ അവിടെ എനിക്കൊരു സമാധാനം തരൂലല്ലോ, അവസാനം നീ എന്നെ ഇവിടെ കൊണ്ട് വിടുകയും ചെയ്തു. അത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമായിരുന്നു, അലീനയുടെ സ്നേഹം, എന്നെ നോക്കിയത്, അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ വൈജയന്തി പറയുക, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അവളാണല്ലോ ജീവൻ, അവൾ പറയുന്നതല്ലേ എല്ലാവരും കേൾക്കുകയുള്ളൂ. ഇന്നും അതുപോലെ തന്നെയാണ്. എന്താ അവളുടെ മഹത്വം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം കാണും വൈജയന്തി. നീ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കരുത്. നീ നിൻ്റെ മക്കളെ ആലോചിച്ചാണോ നീ ഇങ്ങോട്ട് വന്നത്? അവരെയോ അവരുടെ ഭർത്താവിനെയോ നീ ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എൻ്റെ ഭർത്താവെന്ന് പറയാൻ എന്നെ മനസ്സിലാക്കുന്ന ആളല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ അവിടെ നിൽക്കുക? എൻ്റെ ഭർത്താവാണെങ്കിൽ എന്നെ മനസ്സിലാക്കുമായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല, നിങ്ങൾക്ക് വേറെ വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ട്, ഓരോരോ കാരണങ്ങൾ ന്യായീകരണം പറയാൻ നിനക്ക് മിടുക്കാം, അതുകൊണ്ട് എനിക്കും ഒന്നും പറയാനില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോ, നിനക്ക് എപ്പോഴും വേണമെങ്കിൽ നിൽക്കാൻ പോവാം, പക്ഷേ നീ മക്കളെ കാര്യം ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആലോചിക്കട്ടെ, ഞാൻ പോയി പിന്നെ ഞാൻ അവിടെ പോവുള്ളൂ. അതും ഞാനാണെങ്കിൽ അങ്ങോട്ട് വെറുതെ കയറി പോവില്ല, എന്നെ വിളിക്കാൻ ഇവിടെ വരണം, അതും അവൾ പോയ ശേഷം, എന്നാലേ പോവുള്ളൂ, ആലോചിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നീ പഠിച്ചതല്ലേ പാടുള്ളൂ, നിന്നെ പണ്ടേ നമുക്കറിയാം, നിൻ്റെ കാര്യം സ്വാർത്ഥ താല്പര്യം, നിൻ്റെ ഇഷ്ടമല്ല, ഞങ്ങൾ പറയണേ പണ്ടേ നീ ഒരു വക കേൾക്കില്ലായിരുന്നു, എനിക്കത് മനസ്സിലാവുന്നുണ്ട് വൈജയന്തി എന്ന് അമ്മ പറയുന്നുണ്ട്. ഇത് കേട്ടും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓരോരോ കാര്യത്തിനും എപ്പോഴും വഴക്കുണ്ടാക്കുകയാണോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശിവൻ്റെ ഭാര്യ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അതിനല്ലേ നേരെ ഉള്ളൂ, ഇനി ഇവിടെ വന്നാലും ഇനി എന്തൊക്കെയാണെന്ന് ഇനി പറയാൻ പറ്റാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അപ്പച്ചിക്ക് എപ്പോഴും വേണമെങ്കിൽ വരാൻ നിൽക്കാം, എല്ലാം ചെയ്യാം, പക്ഷേ അലീനയെ കരുതി വരേണ്ട കാര്യമില്ലായിരുന്നു. അലീനയാണെങ്കിൽ നല്ലൊരു കുട്ടിയാണ്, അത് എനിക്കറിയാം, നീ നല്ല കുട്ടിയാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എനിക്കറിയാം. നീ എപ്പോഴും അവിടെ വരെയല്ലേ, എനിക്കൊരു സംശയമുണ്ട്, നിനക്ക് അവളെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് മനു പറയുന്നുണ്ട്, അത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, എല്ലാം ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കണം എന്ന് വൈജയന്തി പറയുന്നുണ്ട്. ഇത് കേട്ടത് ശിവൻ പറയുക, ഓരോരോ കാര്യമല്ലേ, അത് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് അതുപോലെ നടക്കട്ടെ അല്ലേ വൈജയന്തി എന്ന് പറഞ്ഞിട്ട് ശിവ നിൽക്കുമ്പോഴത്തേക്കും അവിടുന്ന് ബാലചന്ദ്രൻ ഫോൺ വിളിക്കുന്നുണ്ട് ശിവനെ. എന്താ വിശേഷം, ഇവിടെ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ടും പറയുകയാണ്, ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്, പക്ഷേ അവൾ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റമില്ലാതെ നിൽക്കുക, ഇനി അങ്ങോട്ട് വരുന്നില്ലെന്ന് തന്നെ പറയുന്നത്. അഥവാ വന്നാലും വൈജയന്തി ഇനി ആ ഒരു സമാധാനക്കേടിനകത്ത് ഇപ്പം വരില്ല, എന്തായാലും അവൾ പോയിട്ടേ വരുള്ളെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിതിലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ അവിടെ ഇല്ലായിരുന്നു. അലീന പുറത്ത് പോയിട്ട് വരിക രോഹിത്തുമായിട്ട്. വന്നപ്പോഴത്തേക്കും ബബിതയും കൃഷ്ണയും പറയുന്നുണ്ട്, ചേച്ചി അമ്മ ഇവിടുന്ന് പോയോ, എങ്ങോട്ട്? ഒരു ടാക്സി പിടിച്ച് എല്ലാ ബാഗുകളും എല്ലാം എടുത്തിട്ടാണ് പോയത്. ഇനി നിൽക്കാൻ ഞങ്ങൾ നല്ല നിർബന്ധിച്ചായിരുന്നു, പക്ഷേ എന്നെയും പിടിച്ച് തള്ളിയിട്ടാ അമ്മ ആ ടാക്സിയിൽ കയറി പോയത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഇനി തിരിച്ചിങ്ങോട്ടേക്കില്ല എന്നുകൂടെ പറഞ്ഞിട്ടാണ് പോയത്. ഇത് കേട്ടതും ഭയങ്കര വിഷമാവും അലീനയ്ക്ക്. അലീന പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വിളിച്ചിട്ട് വരാം അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ബാലചന്ദ്രൻ പറയുക, മോള് പോണ്ട, മോള് കരുതിയാണ് ഇവിടെ നിന്ന് പോയത് തന്നെ, അത് മാത്രമല്ല ഇനി നീ ഇവിടെ നിന്ന് പോകണമെന്ന ഉദ്ദേശം അവൾ ഡിമാൻഡാണ് വെച്ചിരിക്കുന്നത്, അത് കാരണം മോള് പോകണ്ട. ഇല്ല, ഞാൻ കൂടെ പോവും, എനിക്കൂടെ പോയി വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരുമായിട്ട് പോവുക, പക്ഷേ ബാലചന്ദ്രൻ പോയില്ല. മക്കളെല്ലാവരും കൂടെ പോയിട്ട് വിളിക്കുന്നുണ്ട് വൈജയന്തി തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി. അപ്പോഴത്തേക്കും വൈജയന്തി പറയുക, ഞാനിനി ആ വീട്ടിലേക്കില്ല, അഥവാ നശിച്ച അവൾ ആ വീട്ടിൽ നിന്ന് പോയെന്നല്ലാതെ ഞാനിനി അങ്ങോട്ട് തിരിച്ച് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് പറയുന്നുണ്ട്. ഇത് കേട്ടതും കൃഷ്ണ പറയുക, അത് ചേച്ചിയുടെ വന്നിട്ടുണ്ട് എവിടെ? ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ ബേക്കിൽ നിൽപ്പുണ്ടായിരുന്നു അലീന ആ നിമിഷം തകർന്നു പോയായിരുന്നു ഈ വാക്കുകൾ കേട്ടിട്ട്. ഇത്രയും വെറുക്കുന്ന ഒരാളാണല്ലോ എൻ്റെ അമ്മ എന്ന് മനസ്സിലാക്കിയ അലീന പറയുക, പക്ഷേ സത്യം അറിയുന്ന ദിവസം
അത് വളരെ വേദനിക്കുമല്ലോ എന്നൊരു സങ്കടം കൂടെ ഉണ്ട്. അത് ആലോചിക്കുക അലീന. അങ്ങനെ ഇതെല്ലാം മനു കണ്ടുകൊണ്ടിരിക്കുക. മനുവിനാണെങ്കിൽ അലീനെ കണ്ടപ്പോൾ വളരെ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയുടെ വിഷമം പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല. താൻ കാരണമാണല്ലോ ആ വീട്ടിൽ നിന്ന് പോവാനുള്ള കാരണമെന്ന് അലീന ചിന്തിക്കുന്നു. നീ എന്തിനാടി ഇവിടെ വന്നത്? നിനക്ക് എന്തൊരു അവകാശം ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അലീനടുത്ത്. അങ്ങനെ അലീനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കാരണമല്ലേ, അതൊക്കെ മാറണം, തിരിച്ചു വരണം എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തിയാണെങ്കിൽ വിഷമത്തോടെ നോക്കുകയും ചെയ്യുന്നുണ്ട് മക്കളെ. എന്നാൽ അവരെ വിട്ട് വന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. എങ്കിലും അലീനുള്ള ആ ദേഷ്യം അവിടെ കാണിക്കുന്നത്. അലീനയാണെങ്കിൽ പറയുക, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, വരണം, ഞാൻ പോവാം. ആദ്യം നീ അവിടെ നിന്ന് പോകുക, എങ്കിൽ ഞാൻ വരാം. അതും നീ വിളിച്ചാലോ ഈ മക്കൾ വിളിച്ചാലോ അല്ല, ബാലചന്ദ്രൻ എന്നെ വന്ന് നീ പോയ ശേഷം വിളിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ച് ആ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് വൈജയന്തി അവരുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്.